ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണി നമ്മൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തി. ഇപ്പൊ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു. കുറച്ചുപേര് ഫ്രഷ് ആവുന്നുണ്ട്. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് സ്റ്റെപ്പ് വെൽ. ഇത് കാണാനാണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇല്ല, രാവിലെ വിളിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് വെല്ലിന്റെ മുകൾ വശം എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ അടുത്തത് സബർമതി ആശ്രമത്തിലാണ് എത്തിയിരിക്കുന്നത്. എല്ലാരും അവിടെ ഇന്ന് ഫോട്ടോ എടുക്കണം. എന്തോ ഗാന്ധിജിയുടെ മിസ്സും പിള്ളേരും എല്ലാം ഉണ്ട്. അപ്പൊ ഇരിക്കുന്നു, നോക്കൂ. ഹായ് ഗായ്സ്, ഞങ്ങൾ അപ്പൂപ്പനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൂപ്പന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന കുറെ ആൾക്കാരും നോക്കൂ. കണ്ടു 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 കണ്ടു. ഞാൻ അത്യാവശ്യം റെസ്പെക്ട് ഉള്ള കൂട്ടത്തില്ല. വയസ്സിന് മൂത്തവരെ അപ്പൂപ്പാന്ന് വിളിക്കുന്നത്. ആരെ വിളിച്ച് അപ്പൂപ്പാന്ന്? ഗാന്ധിജി അപ്പൂപ്പൻ. വകയിൽ അപ്പൂപ്പനായിട്ട് വരത്തില്ലേ? എന്റെ അച്ഛന്റെ പേര് മോഹൻദാസ് ആണെന്ന് വെച്ച് എന്റെ വകയിൽ ഇങ്ങനെ അപ്പൂപ്പനെ കണ്ടതിന്റെ സന്തോഷമാണ് ഗൈസ്. കൂടെ ഇന്ന് ഫോട്ടോ എടുത്തു സിദ്ധാർത്ഥെ? അബു വരുന്നുണ്ട്. അബു കൂടെ ഇന്ന് ഫോട്ടോ എടുത്തോ? എടുത്തു. എല്ലാരും ഫോട്ടോ എടുത്തു. നികിത എടുത്തോ? എടുക്കുന്നില്ല. എനിക്ക് ഭക്തി മറ്റേ റെസ്പെക്റ്റും എല്ലാം ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആണ് എല്ലാവരും എടുത്ത ഗാന്ധിജി അപ്പൂപ്പന്റെ ഫോട്ടോ. മിസ് വാങ്ങിയതാ ഇത്. ഫ്ലാറ്റിന്റെ രണ്ട് സൈഡിൽ ഇടാൻ. കൊള്ളാം കൊള്ളാം. കൊറേ വീടുള്ള ആളാണ് ഗൈസ്. ഭയങ്കര റിച്ച് ആണ്. ആള് ഭയങ്കര സിംപ്ലിസിറ്റി ആണ്. ഭയങ്കര റിച്ച് ആണ്. 2 ഫ്ലാറ്റ് കഴക്കൂട്ടം ലുലുമാളിന്റെ ഫ്രണ്ട് ഫ്ലാറ്റ്. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരമില്ല. ഫുൾ എളിമയാണ് എളിമയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ ലൈഫിൽ ഒരു സ്ത്രീ. മുൻഷി സബർമതി ആശ്രമത്തിനോട് നമ്മൾ വിട പറയുകയാണ്. ഇനി ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സൂപ്പർ. നൈസ് അല്ലേ? നൈസ് നൈസ് നൈസ്.
അല്ലാതെ നീ എന്തിനു പിന്നെ വന്ന് മാറ്റി പറഞ്ഞു ഞാൻ വന്നേ അവനെ അല്ലാതെ വിളിച്ചോണ്ടോ കെറ്റിലിട്ട് നമുക്ക് മാഗിക്ക് ഹായ് ഗൈസ്, നമ്മൾ ജയ്സൽമേറിലേക്ക് പോവുകയാണ്. ജയ്സൽമേർ നമ്മൾ ക്യാമൽ സഫാരിക്ക് പോവുകയാണ്. മൻസർ നമ്മുടെ NSSലെ പ്രിയ പ്രോഗ്രാം ഓഫീസർ. രണ്ട് വാക്ക് ബ്ലോഗാണ് സാർ. മനസ്സാർ നമ്മളിവിടെ ടൂറിനുണ്ടല്ലേ, രണ്ട് വാക്ക് പറയാം. എന്ത് പറയാനല്ലേ? രാത്രിയിൽ നല്ല തണുപ്പും പകൽ വെയിലുമായിട്ടുള്ള സ്ഥലമാണ് രാജസ്ഥാൻ. ഇപ്പോൾ ക്യാമ്പ് സെറ്റിലായിരിക്കും ഇത് രാത്രി. രാവിലെ ജീപ്പ് സഫാരി, ക്യാമറ സഫാരി ഒക്കെ ആയിട്ട് നാളെ അവിടെ രാജസ്ഥാൻ ആസ്വദിച്ച ശേഷം ജോധ്പൂരിലേക്ക്, തുടർന്ന് ജയ്പൂരിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് മോളിൽ കിടന്നാൽ പ്രത്യേകിച്ച് ഞങ്ങള് ജയ്സാൽമീറിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊരു ഓൾമോസ്റ്റ് 12-15 മണിക്കൂറിൽ ഞങ്ങൾ ജയ്സാൽമീറിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത മരുഭൂമിക്ക് ഇവിടുന്ന് 1 മണിക്കൂർ ബസ് യാത്രയുണ്ട്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പം ശരി ഗൈസ്, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ജയ്സൽമേർ എത്തി. ഇതാണ് ഞങ്ങൾ ജയ്സൽമേറിലെത്തി. ഇവിടെ താമസിക്കുന്ന റൂം. ഇനി ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. ഈ ബാത്റൂം കണ്ടിട്ട് അതിൽ പറയാണ് 10 പേർക്ക് നിരന്ന് കുളിക്കാനുള്ള ബാത്റൂം ഉണ്ടാവും അല്ലേ അതുൽ? ഓക്കെ. ഡെസേർട്ടിലെത്തിയല്ലേ? എവിടെ എത്തി? സൗണ്ടൊക്കെ പോയി. പൈസ ക്യാമൽ സഫാരി ചെയ്യാണ് ഗൈസ്. പേടിയുണ്ടോ? പേടിയുണ്ട് നന്നായിട്ട്. നമ്മള് ജയ്സൽമേർ വരെ വന്നിട്ട് ഒട്ടകത്തിൽ കയറാതെ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമാണ്.
ഒട്ടകത്തിൽ കയറി ഇപ്പൊ ഡെസേർട്ടിൽ കൂടെ ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാരും ഉണ്ട് ഇവിടെ. രചനയുണ്ട്. എന്താ തണുക്കുന്നുണ്ടോ? ഓ സെയ്ത് ഇറക്കുന്നുണ്ടോ? നോക്ക് നോക്ക് നോക്ക്. ഞങ്ങൾ ഡെസേർട്ടിൽ പോയിട്ട് വന്നിട്ട് മാഗി കഴിക്കുകയാണ്. മാഗി നോക്കിട്ട് ഒരു ഓർമ്മയില്ലല്ലേ. ഫുഡ് എങ്ങനെയുണ്ട്? ഓ ഇസ് എങ്ങനെയുണ്ട് ഫുഡ്? ഗോതമ്പൂട്ടയാണോ അത്? ആ മതി മതി. ചാട മൈമേ. Oh, great lady! Lady superstar, my man. Oh, jump! Yay! Amal distance block. Next, I go double. Oh! Amal, you are dying. Yeah! Amal. ജയ്സൽമേറിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ അടുത്ത ജയ്സൽമേറിൽ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് നേരെ ജോധ്പൂരിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതാണ് റൂം. ഉണ്ടോ കോട ഗൈസ്? കോട ഉണ്ടോ? ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ജയ്സൽമേറിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് കുൽദാര വില്ലേജ്. ഇവിടാണ് ഇവിടുത്തെ ആര് താമസിച്ചത്? മന്ത്രിയല്ല, തന്ത്രിയല്ല, കുതന്ത്രമല്ല, മൂപ്പൻ താമസിച്ചത്. അല്ല മൂപ്പൻ. ടൈറ്റാനിക് ഉണ്ടോ? അതെത്രയാ?
ഓട്ടോ പുറപ്പെട്ടിരിക്കുന്നു. സഞ്ചാരിച്ചുകൊണ്ട് ഗൈഡിന്റെ കയ്യില് പ്രാവ് അപ്പിട്ട് ഗൈസ്. ജോധ്പൂരിലെത്തി ഇവിടുന്നാണ് ഡിന്നർ കഴിക്കുന്നേ. ജോധ്പൂരിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലവ് വരച്ചു ലവ് കാണിച്ചേ. ഇതിനെന്ന് പറഞ്ഞ ലവ് ഞങ്ങൾ ജയ്പൂരിന് ഇപ്പൊ ഡിന്നർ കഴിച്ചിട്ട് ഇപ്പൊ റൂമിലെത്തിയതേ ഉള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 2 മണിയായി. രാത്രിയല്ല, വെളുപ്പിന് 2 മണിയായി. ഇപ്പൊ റൂമിലെത്തിയതേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ആവണം, ഉറങ്ങണം. ബാക്കി നാളെ കാണാം. ഇനി വലിയ റൂമൊന്നും കാണിച്ചത് കണ്ടോ, ചെറിയ റൂം. ബാക്കി അതിലും ചെയ്തൊക്കെ ഇപ്പൊ വരുത്തേ ഉള്ളൂ. കണ്ടോ, കള അത്രക്കുള്ളൂ, കുഞ്ഞ റൂം. അപ്പൊ ശരി, ടാറ്റ.